Hi, hello dear students. Welcome back to Future Plus Academy. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഓരോ കോഴ്സ്, അതായത് BA ഇംഗ്ലീഷ്, BA മലയാളം, BA സോഷ്യോളജി, അങ്ങനെ നിലവിലുള്ള ഓരോ 4-year UG ഡിഗ്രിയുടെയും അതുപോലെ തന്നെ 3-year UG ഡിഗ്രിയുടെയും മറ്റ് കോഴ്സുകളുടെയും എല്ലാം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടൂർ ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ BBA എന്നുള്ള വളരെ പുതിയൊരു കോഴ്സിന്റെ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കോഴ്സിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടൂർ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ അതിന്റെ സിലബസ് ഡിസ്കസ് ചെയ്യും, അതുപോലെ തന്നെ അതിന്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും അതിന്റെ കരിക്കുലം, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ക്ലാസ്സുകളെ കുറിച്ചും ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മള് സൈറ്റിൽ തന്നെയാണ്, യൂണിവേഴ്സിറ്റി പ്രത്യേകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സൈറ്റിൽ തന്നെയാണ് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഫീസും ഓൺലൈൻ ആയിട്ട് നിങ്ങൾ അയക്കേണ്ടത്. യൂണിവേഴ്സിറ്റിയുടെ തന്നെ sgou.ac.in എന്നുള്ള യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ഒരു പോർട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ സൈറ്റിൽ 2024-25 പ്രോസ്പെക്ട്സും അവൈലബിൾ ആണ്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോഴ്സിനെ കുറിച്ചോ മറ്റു സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BBA കുറിച്ചാണ്. സോ BBA നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരു കോഴ്സാണ് BBA എന്ന് പറഞ്ഞാൽ. ഏകദേശം യൂണിവേഴ്സിറ്റിയിൽ 28 UGC അപ്രൂവ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ ഉണ്ട്. സോ BBA പ്രോഗ്രാമിന്റെ ഫീസ് വരുന്നത് 5330 രൂപയാണ്. അതിന്റെ മൊത്തത്തിൽ നമ്മൾ അതിന്റെ സിലബസിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം, ഒരു ഡിഗ്രി ഇതിൽ വരുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ഡിഗ്രിയാണ് ശരിക്കും പറഞ്ഞാൽ BBA എന്ന് പറയുന്നത്. 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയിട്ടാണ് BBA കണക്കാക്കുന്നത്. അതായത് ഓണേഴ്സ് പ്രോഗ്രാം ആണ് BBA ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. വെൽ കമ്മിങ് ടു ദ സിലബസ്, നമ്മൾ അതിന്റെ സിലബസിലേക്ക് വരുന്ന സമയത്ത് 2024-25 അഡ്മിഷനിലേക്കാണ് അവർ ഈ ഒരു സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഒരു കോഴ്സിന്റെ ഒരു ഒറ്റ ഗ്ലാൻസിൽ നമുക്കൊരു സ്ട്രക്ചർ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നതിലൂടെ മനസ്സിലാവും. അതായത് ഓരോ സെമസ്റ്ററിലും നിങ്ങൾ പഠിക്കേണ്ട ക്രെഡിറ്റ് പോയിന്റ്സും നിങ്ങൾ പഠിക്കേണ്ട കോർ പേപ്പറും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും അതുപോലെ തന്നെ മറ്റ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിനെ കുറിച്ചും എല്ലാം ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒറ്റ ഗ്ലാൻസിൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മളുടെ 4-year UG പ്രോഗ്രാം ആയിട്ടുള്ള BBA ഇങ്ങനെയാണ് അവര് ചെയ്തു വെച്ചിട്ടുള്ളത്, സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതിൽ എത്ര ക്രെഡിറ്റ്സ് ആണ് ഓരോ വർഷവും നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉണ്ട്. അതായത് ആദ്യത്തെ 3 സെമസ്റ്ററുകളിൽ, അതായത് സെമസ്റ്റർ 1, 2, 3, അതായത് ഒരു വർഷവും പിന്നെ ഒരു വർഷവും നിങ്ങൾ 20 ക്രെഡിറ്റ് പോയിന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ 4ാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ അത് 24, 5ാമത്തേലേക്ക് വരുമ്പോൾ 24, 6ാമത്തെ 24, അങ്ങനെ ടോട്ടൽ 132 ക്രെഡിറ്റ് പോയിന്റ് ആണ് നിങ്ങൾ 3 വർഷം കൊണ്ട് പഠിച്ചെടുക്കുന്നത്. എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 132 ക്രെഡിറ്റ് പോയിന്റ് നിങ്ങൾ സ്വന്തമാക്കിയാൽ നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞാൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. 4ാമത്തെ വർഷം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അതായത് 4ാമത്തെ വർഷം എന്ന് പറയുന്നത് 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്റർ ആണ്. അത് നിങ്ങൾ 22 ക്രെഡിറ്റ് പോയിന്റ് വെച്ചിട്ടാണ് ഒരു സെമസ്റ്ററിൽ പഠിക്കുന്നത്. അങ്ങനെ മൊത്തം 44 ക്രെഡിറ്റ് പോയിന്റ് നിങ്ങൾ അതിൽ നിന്ന് സ്വന്തമാക്കിയാലാണ് നിങ്ങൾക്ക് 4 വർഷത്തെ ഓണേഴ്സ് ബിരുദം ലഭ്യമാവുള്ളൂ. സോ ഒരു ഓണേഴ്സ് ബിരുദത്തിന്റെ പ്രത്യേകത ഇത്രയൊക്കെയാണ്. നമ്മൾ സിലബസിലേക്ക് കൂടുതലായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നത് നിങ്ങൾ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ കോഴ്സിനും, അതായത് ഓരോ കോഴ്സ് പേപ്പറിനും എത്ര ക്രെഡിറ്റ് ആണ് കൊടുക്കുന്നതും അതിന്റെ നിശ്ചിതമായിട്ടുള്ള കോഴ്സ് കോഡിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് കോർ കോഴ്സുകൾ, ഏതൊക്കെയാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ, പിന്നെ ഈ ഒരു ഓണേഴ്സ് പ്രോഗ്രാമിന്റെ പ്രത്യേകതയാണ് വാല്യൂ ആഡഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എക്സ്ട്രാ കുറച്ച് ഇതിൽ എന്താ പറയാ നല്ല രീതിയിൽ നിങ്ങളെ ഒന്ന് എഫിഷ്യന്റ് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ വാല്യൂ ആഡഡ് കോഴ്സുകൾ വരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളും നിങ്ങളുടെ കോർ കോഴ്സിന് കൂടെ തന്നെ ഉണ്ട്. ഇതിൽ പലതും നിങ്ങൾക്ക് ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഓപ്ഷണൽ പേപ്പേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ഓരോ സെമസ്റ്ററും നമ്മൾ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകും. ആ സമയത്ത് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ചൊന്ന് അറിഞ്ഞതിന് ശേഷം ആ കോഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് മേജർ ആയിട്ട് ഇതിൽ പറയാനുള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ കോഴ്സിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഓരോ സെമസ്റ്ററിൽ എന്തൊക്കെയാ പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഐഡിയയിലേക്ക് കടക്കാം.
ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് കോർ കോഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. ഈ 2 പേപ്പറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ കോർ കോഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ വരുന്ന ഒരു കോമൺ പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനും. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളായിട്ട് 3 എണ്ണം ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ടൂറിസം, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ലീഗൽ ലിറ്ററസി. ഇത് 3 എണ്ണം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പം കോർ കോഴ്സ് ആയിട്ട് വരുന്നത് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് ആണ്. മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ് ആണ്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വരുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് 2 സെമസ്റ്ററിലും 2 പേപ്പർ ഉണ്ട്. അതായത് കോമൺ പേപ്പർ എന്ന് പറയുന്ന 2 പേപ്പർ എല്ലാ 4 ഇയർ യു ജിക്കാർക്കും അത് ഓപ്ഷണൽ പേപ്പർ ആണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. തേർഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 5 പേപ്പറുകൾ പഠിക്കാനുണ്ട്. അതിൽ 2 എണ്ണം നിങ്ങളുടെ ഒരു കോർ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂ ആഡഡ് കോഴ്സുകൾ വരുന്നത്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് സ്കിൽ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞ രീതിയിൽ വരുന്നു. നാലാമത്തെ സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ കോറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ അവിടെ പഠിക്കാനുണ്ട്. കൺസ്യൂമർ ബിഹേവിയർ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ലോജിസ്റ്റിക്സ്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മലയാളം അവിടെ കൂടുതലായിട്ടും ഭാഷകൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നു. അഗെയിൻ അവിടെ ഒരു വാല്യൂ ആഡഡ് കോഴ്സും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും അവിടെ വരുന്നത്. അവിടെ നമ്മളൊരു എൻവയോൺമെന്റൽ ക്ലൈമറ്റ് ചേഞ്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു കോഴ്സും കൂടി പഠിക്കുന്നുണ്ട്. ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 3 പേപ്പറുകളാണ് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോ വരുന്നുണ്ട്. ബാക്കി 2 എണ്ണം നിങ്ങൾക്ക് ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ലെക്ചേഴ്സ് ആയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ HR അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് പഠിക്കാൻ സഹായിക്കും. സിക്സ്ത് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 2 പേപ്പർ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ മാർക്കറ്റിംഗ് ഓർ HR, ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ 6 വർഷം കൊണ്ട്, അതായത് നിങ്ങളൊരു 3 വർഷത്തെ ഡിഗ്രിയാണ് BBA ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. 130 ക്രെഡിറ്റ് പോയിന്റ് നേടി നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ കിട്ടും. അപ്പം ഇത്രയും സെമസ്റ്ററുകളാണ്, അതായത് 6 സെമസ്റ്ററുകളാണ് നിങ്ങൾ 3 വർഷം കൊണ്ട് പഠിച്ചു തീർക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി 7ാമത്തെയും 8ാമത്തെയും വർഷം നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് ഓപ്ഷണലാണ്. നിങ്ങൾ 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് ഓണേഴ്സ് ബിരുദം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അവിടെ ഇന്റർനാഷണൽ ബിസിനസ്സും ബിസിനസ് അനാലിറ്റിക്സും പിന്നെ IC പ്രൊജക്ട് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രൊജക്ട് നിങ്ങൾ ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ 4ാമത്തെ വർഷം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ കൂടുതലായിട്ടും റിസർച്ചിൽ കുട്ടികൾക്ക് താല്പര്യം വരണം. അപ്പൊ റിസർച്ചുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കോഴ്സും കൂടി നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ക്രെഡിറ്റ് പോയിന്റ് ഉള്ള വളരെ ചെറിയ കോഴ്സ് പേപ്പറുകളാണ് അതെല്ലാം തന്നെ. പിന്നെ എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ബിസിനസ് പ്രൊജക്ട് മാനേജ്മെന്റ്. അങ്ങനെയാണ് ടോട്ടൽ 8 സെമസ്റ്ററുകളായിട്ട് അവർ പറയുന്നത്. ഇത്രയാണ് നിങ്ങളുടെ 8 സെമസ്റ്ററിലും ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഇനി ഓരോ പേപ്പറും അതിന്റെ താഴെ തന്നെ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ ഓരോ പേപ്പറിന്റെയും ബ്ലോക്ക് എന്താ, യൂണിറ്റ് എന്താ എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഐഡിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഫീസിന്റെ കാര്യം ഒന്നും കൂടി പറയാം. ഫീസ് ആയിട്ട് നമുക്ക് വരുന്നത് BBA പ്രോഗ്രാമിൽ കുട്ടികൾക്ക് ഫീസ് ആയിട്ട് വരുന്നത് 5330 രൂപയാണ്. അപ്പൊ 5330 എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് ആണ്. സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, വീണ്ടും ഫീസ് നമ്മൾ അടയ്ക്കണം. അപ്പൊ 5330 രൂപ എന്ന് പറയുന്ന സമയത്ത് അതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ മറ്റ് നമ്മൾ ഇനീഷ്യലി ഒരു കോളേജിൽ ചേരുമ്പോൾ നമുക്ക് എന്തൊക്കെ പുതിയ ഫീസുകൾ ഉണ്ടാവും അതെല്ലാം അവിടെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 5330 രൂപ എന്ന് പറയുന്നത്. ഇത് യൂണിവേഴ്സിറ്റി ഫീസ് ആണ്. ആദ്യത്തെ സെമിസ്റ്ററിന്റെ മാത്രമുള്ള യൂണിവേഴ്സിറ്റി ഫീസ് ആണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഫീസ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ പ്രീവിയസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഫീസിനെ കുറിച്ച് അവർ പ്രത്യേകം പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെ ഫീസ് നിങ്ങൾ അടയ്ക്കാൻ മാക്സിമം ശ്രമിക്കും. മാക്സിമം അല്ല, ഇതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം മറ്റ് യാതൊരു സേവനങ്ങളും ലഭ്യമല്ല. യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെയാണ് ഫീസ് അടയ്ക്കാനുള്ള സേവനങ്ങൾ ലഭ്യമാവുന്നുള്ളൂ. ആൻഡ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ BBAയുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററുകളിലൊക്കെ ഞായറാഴ്ചകളിൽ മാത്രമേ ക്ലാസ്സുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ ക്ലാസ്സുകൾ പലപ്പോഴും നമുക്ക് പോകാൻ കഴിയാതെ വരാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ പോലെ ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ എല്ലാ
രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ മുമ്പോട്ട് വരാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. നമ്മളിപ്പോൾ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം എഫേർട്ട് എടുക്കണം നമ്മൾ പഠിക്കാൻ എന്നുള്ളതിനെ കുറിച്ച് അല്ലെ. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി വീഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള ആപ്പ് ത്രൂ ക്ലാസ്സുകളാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി നമ്മളുടെ ഒരു സർവീസസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള സർവീസസ് ആണ്. എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, തികച്ചും പ്രയോജനപ്പെടുന്ന ലൈവ് ക്ലാസ്സുകൾ ഓരോ യൂണിറ്റിന്റെയും നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ 4 വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ 4 വിഷയങ്ങളിൽ ഒരു വിഷയത്തിന്റെ ഓരോ യൂണിറ്റും 16 യൂണിറ്റ് ആണെങ്കിൽ 1 മുതൽ 16 വരെയുള്ള യൂണിറ്റുകളുടെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് പരീക്ഷയുടെ തലേ ദിവസം പോലും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്ന രീതിയിലുള്ള നോട്ട്സ്. ആൻഡ് നമ്മളുടെ ഒരു വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇതാണ് ഓഡിയോ നോട്ട് എന്ന് പറയുന്നത്, ഓഡിയോ ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ പ്രോഗ്രാം. ഓരോ യൂണിറ്റിന്റെയും ഓഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും നോട്ട്സും മെന്റർഷിപ്പും ലഭ്യമായിരിക്കും. ആൻഡ് പ്ലസ് നമ്മുടെ അസൈൻമെന്റ് സപ്പോർട്ട്. നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ തന്നെ 2 അസൈൻമെന്റ് വെച്ചിട്ട്, ഇപ്പോൾ ഒരു സെമസ്റ്ററിൽ 4 സബ്ജക്ട് ആണെങ്കിൽ നിങ്ങൾ 8 അസൈൻമെന്റ് ഓരോ സെമസ്റ്ററിലും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന്റെ കംപ്ലീറ്റ് അസൈൻമെന്റ് സൊല്യൂഷനും നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പം കൂടുതലായിട്ട് നമ്മളെ ഫീസിനെ കുറിച്ചും മറ്റ് നമ്മുടെ സർവീസസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ മെസ്സേജ് അയക്കുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുകയും ചെയ്യുക. സോ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.